വീണ്ടും വാർത്തകളിലേക്ക്. ഇന്ത്യ സഖ്യത്തിന് ആദ്യ പ്രഹരം. ബീഹാറിൽ നരേന്ദ്രമോദിയുടെ റാലിയിൽ പങ്കെടുത്ത 2 RJD MLA മാർ. പ്രകാശ് വീറും വിഭാദേവിയുമാണ് റാലിയിൽ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ടത്. ജിഷ്ണു കൃഷ്ണൻ ചേർന്നുണ്ട്. ജിഷ്ണു, എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ BJP NDA സഖ്യത്തിനെതിരെ വലിയ പ്രചാരണങ്ങൾ RJDയും കോൺഗ്രസും ചേർന്ന് നടത്തുകയും രാഹുലിന്റെ നേതൃത്വത്തിൽ അവിടെ വോട്ടർ അധികാർ യാത്ര നടത്തുകയും എല്ലാം ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിപാടിയിൽ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ടുകൊണ്ട് RJDയുടെ മുതിർന്ന നേതാക്കളും ഒപ്പം MLA മാരുമായിട്ടുള്ള 2 നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം വേദിയിലെത്തിയിട്ടുള്ളത്. 2 നേതാക്കൾ പ്രധാനമന്ത്രിക്കൊപ്പം വേദിയിലെത്തി എന്നതിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ പ്രാധാന്യം ബീഹാർ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനിരിക്കുകയാണ്. അവിടെ BJP NDA സഖ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളി എന്നുള്ളത് കോൺഗ്രസിനപ്പുറത്തേക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ പെർഫോമൻസ് വളരെയധികം താഴെയായിരുന്നു. അവിടെ BJPയുമായി ഏറ്റുമുട്ടിയത് RJD ഒപ്പം മറ്റ് ചെറിയ പാർട്ടികളും ചേർന്നുകൊണ്ടായിരുന്നു. അതുകൊണ്ട് RJDയുടെ 2 മുതിർന്ന നേതാക്കളും MLA മാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത വേദിയിലെത്തി എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. നവാഡ മണ്ഡലത്തിലെ MLA വിഭാദേവി, കൂടാതെ രജൌലി മണ്ഡലത്തിലെ MLA പ്രകാശ് വീരൻ എന്നീ 2 RJDയുടെ മുതിർന്ന നേതാക്കളാണ് പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ടിട്ടുള്ളത്. അവർ പാർട്ടി വിട്ട് BJPക്കൊപ്പം ചേരാനുള്ള സാധ്യതയുമുണ്ട്. അത്രയും കൂടിയുള്ള നടപടി ഈ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അത് കനത്ത പ്രഹരം RJDക്കും ഒപ്പം RJDയും കോൺഗ്രസും CPMും CPIMലും ഉൾപ്പെടെയുള്ള ഈ ഇടത് അല്ലെങ്കിൽ പ്രതിപക്ഷ സഖ്യത്തിന് ബീഹാറിൽ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിനോടകം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം BJP ശക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബീഹാറിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതികരിച്ചിരുന്നത് ഇത്തവണയും മികച്ച ഭൂരിപക്ഷത്തിൽ NDA സഖ്യം ഭരണ തുടർച്ച നേടും എന്നുള്ളതാണ്. ഇന്ന് ബീഹാറിൽ ഗയയിൽ നടന്നിട്ടുള്ള പരിപാടിയിലാണ്, ഗയയിലെ വേദിയിലാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത വേദിയിലാണ് RJDയുടെ 2 മുതിർന്ന MLA മാർ കൂടിയായിട്ടുള്ള 2 നേതാക്കൾ പങ്കെടുത്തിട്ടുള്ളത്. പ്രധാനമന്ത്രിയുടെ പ്രസംഗവും RJDയെ രൂക്ഷമായി വിമർശിക്കുന്നതും മുൻപ് RJDയുടെ ലാലു പ്രസാദ് യാദവിൻ്റെ കാലത്ത് ബീഹാറിൽ എങ്ങനെയായിരുന്നു തോക്കുകൾ കഥ പറഞ്ഞിരുന്നത്, അക്രമികൾ അഴിഞ്ഞാടിയിരുന്നത്, ആ കാലത്തിലേക്ക് ഒരിക്കലും തിരിച്ചു പോകാൻ ബീഹാറിൻ്റെ ജനത ആഗ്രഹിക്കില്ല എന്ന പ്രതികരണവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരുന്നു. ശരി, ജിഷ്ണു ആണ് വിവരങ്ങൾ നൽകിയത്.